ഈ പെരുന്നാളിൽ ഉസ്താദിന് നൽകാനുള്ള സന്ദേശം എന്താണ്? യുദ്ധം അവസാനിച്ച് കിട്ടാനുള്ള പ്രാർത്ഥനയാണ് വേണ്ടത് എന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. കുട്ടിക്കാലത്തെ പെരുന്നാളൊന്ന് നമ്മുടെ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഓർത്തെടുക്കാം. ഒരു വെള്ളിയാഴ്ച ഒരു പെരുന്നാളിന് എൻ്റെ പിതാവിൻ്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് എനിക്ക് പുതിയ വസ്ത്രം ലഭിച്ചില്ല. പള്ളിയിൽ പോയി നോക്കുമ്പോൾ എൻ്റെ പ്രായക്കാരായ എല്ലാ കുട്ടികളും പുതിയത് ധരിച്ചിട്ടുണ്ട്. ഞാൻ മാത്രം പുതിയത് ധരിക്കാത്ത ഒരാളായി. എനിക്കെൻ്റെ മനസ്സിൽ വല്ലാതെ ദുഃഖം വന്നെങ്കിലും ആളുകളുടെ ഇടയിൽ നിന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞില്ല. തിരിച്ച് വീട്ടിലെത്തിയ ഉടനെ ഉമ്മയോട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ കരഞ്ഞുപോയി. ഉസ്താദ് കുട്ടിക്കാലത്തെ ഇത് ആഗ്രഹിച്ചിരുന്നു, ഇങ്ങനെയൊരു മതപണ്ഡിതനായി മാറണം, ഒരു വലിയ ഉസ്താദായി ഇത്രയും പ്രസ്ഥാനങ്ങൾ ഇത്രയും പേർക്ക് ഇതൊക്കെ കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നോ ഉസ്താദ് കുട്ടിക്കാലം? അങ്ങനെ ഒരാൾ ആഗ്രഹിക്കാറില്ലല്ലോ. പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പഠിച്ച് ഉയർന്ന് പോകണമെന്ന് ആഗ്രഹിച്ചു എന്നല്ലാതെ ഇന്ന് പറയുന്നത് പോലെ ആളുകളെല്ലാം എൻ്റെ അടുക്കൽ വരണമെന്നോ ബഹുമാനിക്കപ്പെടണമെന്നോ അങ്ങനെ ഒരാഗ്രഹവും ഇല്ല. അത് സാധാരണ ഉണ്ടാവാറുമില്ല. ഞാൻ പണ്ട് കേട്ടത് ഒരു ഇല്ലായ്മയുടെ കാലത്തെ പെരുന്നാൾ, ഈത്തപ്പഴം കിട്ടാത്തൊരു കാലം, ഈത്തപ്പഴം മുറിച്ച് കഴിച്ചിരുന്ന ഒരു കാലം, അതൊന്ന് വിവരിക്കാമോ? എങ്ങനെയായിരുന്നു? അത് എനിക്ക് മാത്രമല്ല, നാട് നീളെ എല്ലാ സ്ഥലത്തും പെരുന്നാളിനല്ല നോമ്പ് തുറക്കുമ്പോൾ ഉണക്ക ഈത്തപ്പഴം ചീന്തി കഷ്ണമാക്കിയിട്ട് 3 കഷ്ണം ഓരോരുത്തർക്കും കൊടുക്കുകയോ 3 ഇല്ലെങ്കിൽ 1 കഷ്ണം വീതം കൊടുക്കുകയോ ചെയ്യുന്ന പതിവായിരുന്നു നാട് നീളെ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നത്. അത് എനിക്ക് മാത്രമുള്ളതല്ല. ഒരു പ്രശ്നം, ഈ മതവർഗീയതയായി മാറുന്ന ഒരു വലിയ അപകടകരമായ സാഹചര്യമുണ്ട്. മതം ഒരിക്കലും വർഗീയതക്കുള്ളതല്ല, സൗഹാർദ്ദത്തിനുള്ളതാണ്. ആ നിലക്ക് തന്നെ ഉപയോഗപ്പെടുത്തണം. ഈ സൗഹൃദങ്ങൾക്ക് എപ്പോഴും അങ്ങ് വലിയ പ്രാധാന്യം നൽകാറുണ്ട്. അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അങ്ങേക്ക് അടുത്ത സൗഹൃദമാണ്. പ്രധാനമന്ത്രി മോഡിയെ അങ്ങ് ഈയിടെ കണ്ടു. സൗഹൃദങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യം നൽകാറുണ്ട്. എന്താണ് അതിൻ്റെ ഒരു രഹസ്യം? അതിൻ്റെ സൗഹൃദമാണ് വേണ്ടത്, അത് മനുഷ്യത്വമാണ് സൗഹൃദം. അപ്പോൾ മോഡി ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുമായി നമുക്കെപ്പോഴും ബന്ധം വേണം. പിണറായി വിജയൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ, അപ്പോൾ അദ്ദേഹവുമായി ബന്ധം വേണം.